നമ്മൾ ഒരു പുതിയ വീട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പഴയ വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ കെട്ടിടം വെക്കുമ്പോൾ എന്തിന് നമ്മൾ ഒരു പ്രൊഫഷണലായിട്ടുള്ള ആളെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ആളെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഡ്രോയിങ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ചർച്ച ചെയ്തത്. നമ്മളൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറയുണ്ടായി, ഒത്തിരിയധികം ഡ്രോയിങ്സ് നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം, പ്രോപ്പർ ബഡ്ജറ്റിംഗ് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള കൺസ്ട്രക്ഷൻ പ്രോസസ്സിലൂടെ പ്രോപ്പറായിട്ട് നമ്മൾ വീട് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള പ്രൊഫഷണലെ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വീട് പണി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യുന്നത്. വീട് വിചാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊഫഷണലെ അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അതൊരു എൻജിനീയർ ആകാം, ഒരു ആർക്കിടെക്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ ഒരു എൻജിനീയറിംഗ് ഫേം ആകാം. നമ്മൾ ആരെയാണെങ്കിൽ തന്നെയും നമ്മൾ പ്രോപ്പറായിട്ട് ഇവരെ അപ്രോച്ച് ചെയ്ത് നമ്മൾ നമ്മുടെ ഡ്രോയിങ്സ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട് പണി ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ, അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ, ഒരു ആശാരി അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു കല്ലാശാരി അവരുടെ ഒപ്പമുള്ള ഗ്രൂപ്പുകൾ ആയിരുന്നു പണ്ടൊക്കെ നമ്മുടെ വീടുകൾ പണിതുകൊണ്ടിരുന്നത്. അവർ തയ്യാറാക്കുന്ന ഡ്രോയിങ്ങുകളോ അല്ലെങ്കിൽ അവർ തയ്യാറാക്കുന്ന രീതികൾക്കനുസരിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ആ ഒരു കാലഘട്ടത്തിൽ കൂടിയല്ല നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായും നമ്മൾ വീട് സ്വന്തമായിട്ട് പണിയാൻ വേണ്ടി ലേബർ കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിലും, അല്ല ഇനിയിപ്പം നമ്മൾ ഒരു ആർക്കിടെക്ചറൽ ഒരു കൺസ്ട്രക്ഷൻ ഫേമിന് കൊടുക്കുകയാണെങ്കിലും, നമ്മൾ നമ്മുടെ ഫേമിനെ തീരുമാനിക്കുമ്പോൾ തീർച്ചയായും വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മളുടെ വീടിൻ്റെ ഓരോ സ്റ്റേജസും നല്ല ഡ്രോയിങ്ങുകൾ, നല്ല കൺസ്ട്രക്ഷൻ, നല്ല ഇൻറ്റീരിയേഴ്സ്, നല്ല ലാൻഡ്സ്കേപ്പിംഗ്, ഇതെല്ലാം തന്നെ പൂർത്തീകരിക്കുമ്പോഴേ ഒരു നല്ല ഭവനം ഉണ്ടാകത്തുള്ളൂ. അതിനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ എൻജിനീയറിംഗ് ഫേം അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ നമ്മൾ സമീപിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിനി ലേബർ കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ആ പ്രോപ്പറായിട്ടുള്ള ഡ്രോയിങ്സ് ഫുള്ളി പ്രിപ്പയർ ചെയ്ത് അതോടൊപ്പം തന്നെ നമ്മൾ ആ ഫേമിൻ്റെ കൺസൾട്ടേഷൻ കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഈവൻ നമ്മൾ ലേബർ കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിലും നമ്മൾ ആ ആർക്കിടെക്റ്റിൻ്റെയോ അല്ലെങ്കിൽ എൻജിനീയറുടെയോ സേവനം നമ്മൾ കൺസൾട്ടേഷനും കൂടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. നമ്മൾ ഒരു ഡ്രോയിങ് തയ്യാറാക്കാൻ ഒരു ആർക്കിടെക്ചർ ഫേമിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു എൻജിനീയറിംഗ് ഫേമിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോ കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഐഡിയാസ് നമ്മുടെ എൻജിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ കേൾക്കുന്ന, നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ കേൾക്കുന്ന ഒരു എൻജിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ആയിരിക്കും തീർച്ചയായും നമ്മുടെ വീട് പണിയാൻ വേണ്ടി ഏറ്റവും നല്ലത്. അതിന് നമ്മൾ വളരെ തയ്യാറായിട്ടിരിക്കുന്ന ഒരു ഇത് വേണം. ഇന്ന് പറഞ്ഞ നമ്മുടെ ആർക്കിടെക്റ്റിൻ്റെ ഐഡിയാസ് നമ്മൾ ഉൾക്കൊണ്ടല്ല എന്നുള്ളതല്ല, തീർച്ചയായും ആർക്കിടെക്ട്സിൻ്റെ അല്ലെങ്കിൽ എൻജിനീയേഴ്സിൻ്റെ ഐഡിയാസ് നമ്മൾ ഉൾക്കൊള്ളണം. പക്ഷേ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ്, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് നമ്മൾ തീർച്ചയായും അവരുമായിട്ട് കൺവേ ചെയ്ത് നമ്മളെ കേൾക്കുന്ന ഒരു എൻജിനീയറിംഗ് ഫേമിൻ്റെ അടുത്ത് വേണം നമ്മൾ തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളുടെ ഐഡിയാസും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഐഡിയാസും വെച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാന് നമുക്ക് വരയ്ക്കുവാൻ സാധിക്കണം. ഇന്നത്തെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്ന ഒരു കാലഘട്ടമാണ്. ട്രെൻഡിങ് ആയിട്ടുള്ള അപ്ഡേഷൻസ് വരുന്ന ഒരു കാലഘട്ടമാണ്. പഴയ മെറ്റീരിയൽസ് ഒന്നുമല്ല, പുതിയ പുതിയ മെറ്റീരിയൽസ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് ഫിനിഷിംഗ് സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ തന്നെ വരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ പ്ലാനിങ് തൊട്ട് തന്നെ നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്ത് പോയില്ലെങ്കിൽ ലാസ്റ്റിലത്തേക്ക് വരുമ്പോൾ ഓരോന്ന് നമ്മൾ കുത്തി നിറയ്ക്കുകയാണെങ്കിൽ, പുതിയ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ പുതിയ മെറ്റീരിയൽസ് നമ്മൾ കുത്തി നിറയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ ബഡ്ജറ്റ് എക്സീഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങിൽ കൂടി നമ്മളുടെ വീടുകൾ ചെയ്യാൻ വേണ്ടി ഉതകുന്ന ആർക്കിടെക്ചർ ഫേമിനെ തന്നെ നമ്മൾ സമീപിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഡിസൈൻ്റെ കാര്യം വരുവാണെങ്കിൽ, ഇപ്പം ഒരു ആർക്കിടെക്ചർ ഫേമൊക്കെ ആണെങ്കിൽ അവിടെ ഒത്തിരിയധികം എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ് ഒക്കെ ഉണ്ടാവും. അവർ കൊളാബറേറ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ ഡിസൈൻസും ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഒരു ഇൻഡിവിജ്വൽ ആർക്കിടെക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കണ്ടംപററി ഹൗസസ് ചെയ്യുന്നതിലായിരിക്കും, മിനിമലിസ്റ്റിക് ആർക്കിടെക്ചർ ആയിരിക്കും, ചില ആൾക്കാർ ട്രഡീഷണൽ ആർക്കിടെക്ചർ ആയിരിക്കും. അങ്ങനെ പല പല ഫോംസ് ഓഫ് ആർക്കിടെക്ചറിലായിരിക്കും പലരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് വേണ്ടത് ഏതാണോ അതിനെ
ഉതകുന്ന ആർക്കിടെക്ട്സിനെ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. ഇനി ഒരു ആർക്കിടെക്ചർ ഫേം ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പല പല ആർക്കിടെക്ട്സും എൻജിനീയേഴ്സും ഒക്കെ തന്നെ കാണും. അവർ കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഡിസൈനിങ് ഓപ്ഷൻസും ചെയ്യും എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ അതും നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം ഒരു ആർക്കിടെക്ചർ ഫേം ആകുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കൂടുതലായിട്ട് പല പല ഡിസൈൻസ്, ഏത് ടൈപ്പ് ഓഫ് ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് ഒരു ആർക്കിടെക്ചർ ഫേമിൻ്റെ സപ്പോർട്ടിൽ കൂടി നമുക്ക് കിട്ടുവാൻ സാധ്യതകൾ കൂടുതലാണ്. അതായത് എനിക്ക് ഒരു കണ്ടംപററി ഹൗസാണ് വേണ്ടത്, കൂടുതലും ചീഫ് ആർക്കിടെക്റ്റ് ട്രഡീഷണലാണ് ചെയ്യുന്നതെങ്കിലും കണ്ടംപററി ആർക്കിടെക്റ്റും അദ്ദേഹത്തിൻ്റെ ഫേമിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പം ഉള്ള ആ ഒരു ഫേം ആകുമ്പോൾ നമുക്ക് ഏത് തരം സപ്പോർട്ടും അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിലിങ്ങും എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മളുടെ ആർക്കിടെക്ചർ ഫേമിൽ നിന്ന് നമുക്ക് കിട്ടുവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആർക്കിടെക്ചർ ഫേം കൂടുതലായിട്ട് നിങ്ങളെ ഡിസൈൻസ് കാര്യങ്ങളിൽ സഹായിക്കാൻ ഉതകുന്നതായിരിക്കും. നമ്മൾ ഒരു ഡ്രോയിങ് തയ്യാറാക്കുമ്പോൾ, അതായത് ഒരു എൻജിനീയറോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള ആർക്കിടെക്റ്റോ ഒരു ഡ്രോയിങ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഏറ്റവും കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത്, നമ്മളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചുള്ള ഡ്രോയിങ്സ് തയ്യാറാക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് എപ്പോഴും തന്നെ ഒരു സ്പേസ് പ്ലാനിങ്ങിനെ കുറിച്ചുള്ളൊരു കറക്റ്റ് ഇതുണ്ടാവും. കാരണം നിങ്ങൾ ഡ്രോയിങ്ങുകൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഇന്ന ബഡ്ജറ്റിലുള്ള വീട് വേണം എന്നുള്ളത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ് പ്ലാനിങ്ങിലും ആ ഒരു ബഡ്ജറ്റ് പ്ലാനിങ്ങിലും ആയിരിക്കും അവർ നമ്മുടെ പ്രൊജക്റ്റുകൾ ചെയ്യുന്നത്. നമ്മൾ എവിടുന്നെങ്കിലും ഒരു ഡ്രോയിങ് ഇൻ്റർനെറ്റിൽ കൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടെയോ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഡ്രോയിങ് വെച്ചിട്ട് നമ്മളൊരു വീട് പണിയാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വേണ്ട റിക്വയർമെൻറ്റ് ഒന്നുകിൽ അത് ഫുൾഫിൽ ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഏരിയക്കാട്ടിലും വളരെ കൂടുതലായിട്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വേസ്റ്റ് ഓഫ് സ്പേസസ് ചിലപ്പോൾ ഒരു 10-100 സ്ക്വയർ ഫീറ്റ് നമുക്ക് അധികമായിരിക്കും നമ്മുടെ ആ ഡ്രോയിങ്ങിനകത്ത് വരുന്നത്. 100 സ്ക്വയർ ഫീറ്റ് അധികം വരിക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു വീട് പണിയുമ്പോൾ മിനിമം ഒരു 2500 രൂപ തൊട്ട് മുകളിലോട്ട് നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് ഒരു സ്ക്വയർ ഫീറ്റ് കൂടും. അതായത് ഒരു 2 ലക്ഷം രൂപ എങ്കിലും അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപയും മേളിലെങ്കിലും നമുക്ക് എക്സ്പെൻസ് അഡീഷണലായിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും ഒരു പ്രൊഫഷണൽ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ എഞ്ചിനീയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള അൺവാണ്ടഡ് എക്സ്പെൻസസ് നമുക്ക് മാറ്റുവാൻ സാധിക്കും, പ്രോപ്പർ സ്പേസ് പ്ലാനിങ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് പ്ലാനിങ്ങും നമുക്ക് ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മളുടെ സെറ്റ് ബാക്ക് റൂൾസ് കാര്യങ്ങൾ, ഇന്നത്തെ കാലത്ത് ഒത്തിരിയധികം ഗവൺമെൻറ് റൂൾസ്, അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ ഇത്ര സെറ്റ് ബാക്ക് കൊടുക്കണം, സൈഡിൽ നിന്നാണെങ്കിൽ ഇത്ര സെറ്റ് ബാക്ക് കൊടുക്കണം, ബാക്കിൽ നിന്ന് സെറ്റ് ബാക്ക് കൊടുക്കണം, അങ്ങനത്തെ നിയമങ്ങളുണ്ട്. CRSയുടെ ഏരിയയിൽ പെടുന്നതാണെങ്കിൽ അതിൻ്റെ നിയമങ്ങളുണ്ട്, റോഡ് പ്ലാനിങ്ങിൻ്റെ നിയമങ്ങളുണ്ട്. അങ്ങനെ ഓരോരോ നിയമങ്ങൾക്കനുസരിച്ചുള്ള പ്ലാനിങ് ചെയ്ത് കേസ്മാറ്റ് ആപ്ലിക്കേഷൻ വഴി പ്രോപ്പറായിട്ട് നമ്മുടെ പെർമിറ്റ് കിട്ടണമെങ്കിൽ നമുക്കൊരു പ്രോപ്പർ എൻജിനീയറിംഗ് ഫേം അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. ഇന്നത്തെ കാലത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു നല്ല ആർക്കിടെക്ചർ ഫേം ആണെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ഗവൺമെൻറ്റിൻ്റെ റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ടായിരിക്കും ഓതറൈസ്ഡ് ആയിട്ട് അവരുടെ ഡ്രോയിങ്സും ബാക്കിയുള്ള കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ടെക്നോളജി, വീട് പണിയിൽ ടെക്നോളജി ഏറ്റവും അധികം കൂടിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു കാലമാണ്. നമുക്ക് ടെക്നോളജി എന്ന് പറയുമ്പോൾ സോളാർ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, CCTV ഉപയോഗിക്കുന്നു, ഹോം ഓട്ടോമേഷൻ ഉപയോഗിക്കുന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചിലർക്കെങ്കിലും ഒരു വിചാരം അല്ലെങ്കിൽ ഒരു ചിന്ത വന്നിട്ടുണ്ടാവും, ഇത് ഇപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ഒരു ഹോം ഓട്ടോമേഷൻ ചെയ്യുന്ന ഒരാൾക്കാരെ വിളിച്ചാൽ പോരെ, CCTV ചെയ്യുന്ന പയ്യന്മാർ ഒത്തിരി പേരുണ്ട്, അവരെ ആരെങ്കിലും അന്നേരം വിളിച്ചാൽ പോരെ, സോളാർ ഇപ്പം ഒത്തിരിയധികം ആൾക്കാരുണ്ട്, അവരെ ലാസ്റ്റ് വിളിച്ചാൽ പോരെ. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യുകയല്ല. നമ്മുടെ ഡ്രോയിങ് തൊട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ഓരോ ഫേസിലും നമുക്ക് ഹോം ഓട്ടോമേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകണം. റിക്വയർഡ് നമ്പർ ഓഫ് ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ്, വയറിങ് കാര്യങ്ങൾ എല്ലാം ചെയ്തു പോകണം. ഇനിയിപ്പം ക്യാമറ കൊടുക്കുന്ന പോയിൻറ്റ്സ് ആണെങ്കിൽ പോലും നമുക്ക് വേണ്ട ആംഗിളിൽ നമുക്ക് ഏത് ഭാഗത്താണോ അതിൻ്റെ പോയിൻറ്റുകൾ വരുന്നത് അത് കോൺക്രീറ്റിങ്ങിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ പൈപ്പിംഗ് ചെയ്തിരിക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു ആർക്കിടെക്ചർ ഫേം ആണെങ്കിൽ ശ്രദ്ധിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിൽ സഹായിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും. അപ്പോൾ ടെക്നോളജി എന്നുള്ളത് നമ്മുടെ ഒരു കാര്യത്തിൽ, നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ എൻജിനീയർക്ക് അറിയാവുന്ന ഫേമുകളെ വേണം നമ്മൾ തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രോയിങ്സ് ഒത്തിരി അധികം നമ്മുടെ കൺസ്ട്രക്ഷൻ ആവശ്യമുണ്ട് എന്ന് പറയുകയുണ്ടായി. നമ്മളിപ്പോൾ ഒരു ലേബർ കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സ്ട്രക്ചറൽ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ എൻജിനീയർ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉള്ള ഒരു വീട് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ
നമുക്ക് ഇപ്പോഴത്തെ ഒത്തിരിയധികം സോഫ്റ്റ്വെയർസ് ആർക്കിടെക്ചർ ഫേംസിലൊക്കെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട രീതിയിലുള്ള എല്ലാവിധമായിട്ടുള്ള ഡ്രോയിങ്സും പ്രിപ്പയർ ചെയ്ത് തരും, നമുക്ക് വേണ്ട ക്വാണ്ടിറ്റീസ് പ്രിപ്പയർ ചെയ്ത് തരും, അതോടൊപ്പം തന്നെ നമ്മൾക്ക് വേണ്ട 3D ഡിസൈൻസും പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഡ്രോയിങ്സിൻ്റെ വൈവിധ്യം ഒത്തിരി തന്നെ ഉള്ള ആർക്കിടെക്ചറൽ ഫേംസ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചൂസ് ചെയ്യുകയായിട്ട് നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും. നമ്മളൊരു ആർക്കിടെക്ചർ ഫേമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഐഡിയാസ് ആൻഡ് പെർഫോമൻസ്. ഐഡിയാസ് ആൻഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറയേണ്ട ഒത്തിരിയധികം ന്യൂ ടെക്നോളജീസ് വരുന്നുണ്ട്, ന്യൂ പ്രൊഡക്ട്സ് വരുന്നുണ്ട്, ന്യൂ മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ കൺസ്ട്രക്ഷനകത്ത് എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാം. എക്സാമ്പിൾ, നമ്മൾ ടൈലിംഗ് എടുക്കുകയാണ്. ഒത്തിരി ടൈപ്പ് ഓഫ് ടൈൽസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമ്മളുടെ വീട്ടിൽ മാറ്റ് ഫിനിഷ് വേണോ, ഗ്ലോസി ഫിനിഷ് വേണോ, ഇനി കിച്ചൺ ഏരിയാസിലാണെങ്കിൽ നമുക്ക് ഗ്ലോസി ഫിനിഷ് വേണോ, മാറ്റ് ഫിനിഷ് വേണോ, ഇനി കുറച്ച് പെബിൾസ് ആഡ് ചെയ്യണോ, നമുക്ക് ഇൻറ്റേർണൽ കോർട്ട്യാർഡ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം. അങ്ങനെ ന്യൂ പ്രൊഡക്ട്സ് ഒത്തിരി അധികം നമുക്ക് വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് വരുമ്പോഴാണെങ്കിൽ വാസ്റ്റ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ ടെക്നോളജി, ഇനിയിപ്പം നമുക്കിപ്പം സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ആണോ വേണ്ടത്, UPVC വിൻഡോസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനിനെ അത് കോംപ്ലിമെൻറ്റ് ചെയ്യുമോ, ജാലി വോൾസ് നമ്മുടെ ഡിസൈനിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് ന്യൂ ഐഡിയാസും ആ ഐഡിയാസ് വെച്ചിട്ടുള്ള മെറ്റീരിയൽസിനെ നമ്മുടെ ഡിസൈനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു എഞ്ചിനീയറുടെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ കടമയാണ്. അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസ് ആണെങ്കിൽ തീർച്ചയായും അത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടുണ്ടാകുന്ന വെച്ചാൽ നമുക്ക് യൂഷ്വലി ചെയ്യുന്ന കൺവെൻഷനലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീട് നമുക്ക് നിർമ്മിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾ, ലൈറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ വീടിന് ഉതകുന്ന രീതിയിലുള്ള ലൈറ്റിങ്, കുറച്ച് അധികം വാം ലൈറ്റുകൾ, കുറച്ചധികം വൈറ്റ് ലൈറ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഒരു വീടിൻ്റെ ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ. ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ വീടിന് റിക്വയർഡ് ആയിട്ടുള്ള ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റുകൾ നമുക്ക് കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൽ ശ്രദ്ധിക്കണം. ലാൻഡ്സ്കേപ്പിങ്ങിലൊക്കെ തന്നെ നമുക്ക് ലൈറ്റിങ്ങിൻ്റെ ഒത്തിരി അധികം ആവശ്യങ്ങൾ വന്നെന്നിരിക്കാം. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും നമ്മളുടെ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ ഈ വീടിൻ്റെ പെർഫോമൻസിനും ഏറ്റവും നല്ല ഐഡിയാസ് നമുക്ക് തരേണ്ടതായിട്ട് വരും. നമ്മളൊരു സ്ലൈഡിങ് ഗേറ്റ് ആണോ ഉപയോഗിക്കേണ്ടത്, ഒരു സ്വിങ് ഗേറ്റ് ആണോ ഉപയോഗിക്കേണ്ടത്, ആ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യണോ, നമുക്ക് ബഡ്ജറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, അതേതാണെന്നുള്ളത് പ്രോപ്പറായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കണം. അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരിക്കും, ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മളുടെ എഞ്ചിനീയർക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ടാകണം. അങ്ങനെയുള്ള ആർക്കിടെക്ചർ ഫേംസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫേംസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീടിൻ്റെ ഡിസൈനിങ്ങും ആ ഡിസൈനനുസരിച്ചുള്ള കൺസ്ട്രക്ഷനും അതിനനുസരിച്ചുള്ള ഇൻറ്റീരിയേഴ്സും ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം കൂടെ കോംപ്ലിമെൻ്റ് ചെയ്ത് നമുക്കൊരു നല്ല വീട് ചെയ്യാൻ സാധിക്കും. തീർച്ചയായും പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കല്ലാശാരി അല്ലെങ്കിൽ ഒരു തടിപ്പണി ചെയ്യുന്ന ആശാരി ഉണ്ടെങ്കിൽ ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. തീർച്ചയായും നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ള ആർക്കിടെക്ചർ ഫേമിനെ സമീപിക്കുകയാണെങ്കിൽ അവർ അതിൻ്റെ ആർക്കിടെക്ചർ ഡിസൈനിങ്ങും അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷനും ബാക്കിയുള്ള ഇൻറ്റീരിയേഴ്സും ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ച് ചെയ്യാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റെപ്യൂട്ടേഷൻ. ഒത്തിരിയധികം നല്ല പ്രോജക്ട്സ് ചെയ്തിട്ടുള്ള, നല്ല റെപ്യൂട്ടഡായിട്ടുള്ള, നല്ല റിലയബിളായിട്ടുള്ള, എപ്പോഴും വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന, നല്ല റിലയബിളായിട്ടുള്ള, നമ്മളെ കേൾക്കുന്ന, നമ്മുടെ ഐഡിയാസ് കേൾക്കുന്ന, നമ്മളുടെ രീതിക്കനുസരിച്ചുള്ള, എന്നാൽ ആർക്കിടെക്റ്റിൻ്റെ നോളജ് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറുടെ നോളജ് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച് ഏറ്റവും നല്ല ആത്മാർത്ഥമായിട്ടുള്ള, നല്ല റിലയബിളായിട്ടുള്ള ഒരു ടീമിനെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കട്ടെ. വീട് സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട്. വീട് വിചാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.